അമേരിക്കയിൽ എവിടെയോ ജനിച്ച ഒരാളുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പേ. ഇടത്തരം കുടുംബത്തിൽ ജനിച്ചു. സ്നേഹമുള്ള അച്ഛൻ്റെ മകനായി വളർന്നു. അച്ഛൻ ഒരു കൃഷിപ്പണിക്കാരനായിരുന്നു. അവന് 5 വയസ്സുള്ളപ്പോൾ ഒരു വേനൽക്കാലത്ത് അവൻ്റെ അച്ഛൻ പനി പിടിച്ച് വീട്ടിലോട്ട് വന്നു. വേദന കൊണ്ട് കുളയുന്ന അച്ഛനെ കണ്ടെങ്കിലും എന്താണ് സംഭവമെന്ന് അവന് മനസ്സിലായില്ല. അന്ന് 2 തവണ ഡോക്ടറെ വീട്ടിലേക്ക് വിളിക്കപ്പെട്ടു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയെ മാറി നിന്ന് അവൻ ശ്രദ്ധിച്ചു. അവൻ ആകെ ഭയപ്പെട്ടു. ആദ്യമായിട്ടാണ് അവൻ്റെ അമ്മ കരയുന്നത് അവൻ കാണുന്നത്. അന്നത്തെ ദിവസം അവസാനിക്കുമ്പോഴത്തേക്കും അവൻ്റെ അച്ഛൻ മരണപ്പെട്ടു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന പ്രായം അവനുണ്ടായിരുന്നില്ല. പക്ഷേ ആ വേനൽക്കാലത്തെ ഉച്ചക്കലത്തെ ദിവസം അവൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. അച്ഛൻ്റെ മരണശേഷം അവൻ്റെ അമ്മ മറ്റുള്ളവർക്ക് വേണ്ടി ചെറിയ തുന്നൽപ്പണികൾ ചെയ്യാനായി തുടങ്ങി. അതിനൊപ്പം തന്നെ അടുത്തുള്ള ഒരു ഫാക്ടറിയിൽ ഒരു ജോലിയും ശരിയായി. 7ാമത്തെ വയസ്സായപ്പോഴേക്കും എങ്ങനെയെല്ലാം ആഹാരപദാർത്ഥങ്ങൾ ഉണ്ടാക്കണമെന്ന് അവൻ പഠിച്ചു. കാരണം അവൻ്റെ അമ്മ ജോലിക്ക് പോകുന്നതുകൊണ്ട് സഹോദരങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഉണ്ടാക്കാൻ അവനെ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവൻ നല്ലൊരു ബ്രെഡ് ഉണ്ടാക്കി. അത് അവൻ്റെ അമ്മയെ കാണിക്കാൻ വേണ്ടി കാത്തിരുന്നു. പക്ഷേ അമ്മ 3 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഫാക്ടറിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവനുണ്ടാക്കിയ ബ്രെഡ് കയ്യിലേന്തി 5 വയസ്സും 3 വയസ്സുമുള്ള അനിയനെയും അനിയത്തിയുടെയും കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി. അവർ 3 പേരും 3 കിലോമീറ്റർ പാടശേഖരങ്ങൾ താണ്ടി അവൻ്റെ അമ്മ ജോലി ചെയ്യുന്ന കമ്പനിയിൽ അവനുണ്ടാക്കിയ ആദ്യത്തെ ബ്രെഡ് പീസ് കാണിക്കാനായി എത്തി. ഫാക്ടറിയിലെത്തിയപ്പോൾ അവൻ്റെ അമ്മയെ കാണാനായി സാധിച്ചില്ല. അമ്മ കയ്യിൽ ഒരു ബ്രെഡ് പിടിച്ച് നിൽക്കുന്ന മകനെ കാണുകയും അവൻ്റെ മുഖത്തെ ഒരു വലിയ പുഞ്ചിരി കാണുകയും ചെയ്തു. അവർ അവനെ കണ്ട് ഓടി വന്ന് ബ്രെഡ് വാങ്ങുകയും അവനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുകയും ചെയ്തു. 10 വയസ്സായപ്പോൾ കൃഷിപ്പണികളിൽ ഹെൽപ്പ് ചെയ്യാനും കുതിരവണ്ടികൾക്ക് പെയിൻ്റ് അടിക്കാനും അവൻ പോയി തുടങ്ങി. പഠിച്ചു തുടങ്ങി 6ാം ക്ലാസ് ആയപ്പോൾ അവൻ പഠിത്തം ഉപേക്ഷിച്ച് ഫുൾ ടൈം ജോലിക്കായി ഇറങ്ങി. പല ജോലികളും ചെയ്ത് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം ഒരിക്കൽ കണ്ടക്ടറായി ജോലി ചെയ്തിട്ടുമുണ്ട്. പിന്നീട് അമേരിക്കയിലെ ആർമിയിൽ ജോയിൻ ചെയ്ത ഇദ്ദേഹം ട്രെയിനുകൾ ക്ലീൻ ചെയ്യാനും റെയിൽവേ കൺസ്ട്രക്ഷൻ ജോലികളിൽ ഹെൽപ്പ് ചെയ്യാനും തുടങ്ങി. ഒരു പക്ഷേ ഇതിലൊന്നും അവന് സംതൃപ്തി വന്നിട്ടുണ്ടാവില്ലായിരിക്കാം. അവൻ ആ സംതൃപ്തിക്കായുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിനിടയ്ക്ക് അദ്ദേഹം മനോഹരിയായ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുകയും അവർ പ്രേമബദ്ധരാവുകയും പിന്നീട് വിവാഹം കഴിക്കുകയും 3 കുട്ടികളുടെ അച്ഛനമ്മമാർ ആയി മാറുകയും ചെയ്തു. ഒരു ദിവസം അദ്ദേഹത്തെ ആർമി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അങ്ങനെ പിന്നീട് ഒരു ദിവസം വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇറങ്ങിപ്പോയതായി കാണപ്പെട്ടു. അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരൻ്റെ ഒരു കത്ത് കണ്ടു. നിങ്ങളെപ്പോലെയുള്ള ഒരാളുമായുള്ള വിവാഹബന്ധം കൊണ്ട് എൻ്റെ സഹോദരിക്ക് യാതൊരു മെച്ചവുമില്ലാത്തതിനാൽ അവളെയും കൊണ്ട് ഞങ്ങൾ പോകുന്നു. ഇതായിരുന്നു ആ കത്ത്. അദ്ദേഹം എന്നിട്ടും അവളെ പോയി കണ്ട് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചു. തിരിച്ചു വരാൻ അപേക്ഷിച്ചു. പക്ഷേ അവൾ വന്നില്ല. അതിനുശേഷം അദ്ദേഹം തുടർന്ന് പഠിക്കുകയും നിയമബിരുദമെടുക്കുകയും പിന്നീട് ലോ പ്രാക്ടീഷണറായി വർക്ക് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഒരു ഇൻഷുറൻസ് ഏജൻ്റായി വർക്ക് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. 30ാമത്തെ വയസ്സായപ്പോൾ അദ്ദേഹം ഒരു ഫെറി ബോട്ട് കമ്പനി തുടങ്ങി. പ്രതീക്ഷിക്കാത്ത പോലെ പെട്ടെന്നൊരു വിജയം ആ ബോട്ട് കമ്പനി നേടി. വലിയ ലാഭത്തിലാണ് ആ ബോട്ട് കമ്പനി പോയത്. ആ കമ്പനിയുടെ ഷെയറുകൾ എല്ലാം പുതിയ ഒരു വിളക്കിൻ്റെ കമ്പനി ഉണ്ടാക്കുന്നതിനായി അദ്ദേഹം വിറ്റു. എണ്ണ ഒഴിച്ച് കത്തിക്കുന്ന ഒരു വിളക്കിൻ്റെ കമ്പനി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. സെയിൽസ്മാൻമാരെ രാജ്യത്താകമാനം വിന്യസിപ്പിച്ചു. തുടക്കത്തിൽ എല്ലാ ദിവസവും ഓർഡറുമായി വന്ന ബിസിനസ് പതുക്കെ പച്ച പിടിച്ചു. അതെ, അവസാനം ഞാനത് സാധിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് വലിയ സന്തോഷം തോന്നി. പക്ഷേ വിധിയുടെ ലക്ഷ്യം മറ്റു പലതുമായിരുന്നു. നിലവിലെ കമ്പനി വിറ്റിട്ട് അദ്ദേഹം ഇലക്ട്രിക് ബൾബ് ഉണ്ടാക്കാൻ വേണ്ടി ഡെൽക്കോ എന്നൊരു കമ്പനി സ്ഥാപിച്ചു. പക്ഷേ അത് പരാജയപ്പെട്ടു. സാമ്പത്തികമായി തകർന്നതിനാൽ പിന്നീട് അദ്ദേഹം മിച്ചലിൻ എന്ന ടയർ കമ്പനിയിൽ സെയിൽസ്മാനായി ജോലി ചെയ്തു. പക്ഷേ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്തതിനാൽ അവിടെയും അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ജോലി നഷ്ടപ്പെട്ടു. പല ജോലികൾ പരീക്ഷിച്ചുകൊണ്ടും പുതിയ ജോലി നോക്കിക്കൊണ്ടും പല സൈറ്റുകളിലും അദ്ദേഹം സഞ്ചരിച്ചു. അങ്ങനെ ഒരു ദിവസം തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ പോക്കറ്റിൽ ഒരു പൈസയും ഇല്ലാത്തതിനാൽ ഒരു ലിഫ്റ്റ് നോക്കി നിൽക്കുകയായിരുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു വലിയ കാറിൽ ഒരു മനുഷ്യൻ സ്ലോ ഡൗൺ ചെയ്ത് അദ്ദേഹത്തെ ആ കാറിൽ കയറ്റി. അദ്ദേഹം ആ അപരിചിതനോട് അതുവരെ ഉണ്ടായ സംഭവ കഥകളെല്ലാം പറഞ്ഞു. പുതിയൊരു ജോലി നോക്കിക്കൊണ്ടിരിക്കുക എന്ന കാര്യവും പറഞ്ഞു.
ആ അപരിചിതൻ സ്റ്റാൻഡേർഡ് ഓയിൽ എന്ന കമ്പനിയുടെ സ്റ്റേറ്റ് മാനേജറായിരുന്നു. മാനേജർ അദ്ദേഹത്തോട് ഒരു സർവീസ് സ്റ്റേഷൻ നടത്തിക്കൊണ്ടുപോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് സർവീസ് സ്റ്റേഷൻ നടത്തിയ യാതൊരു മുൻപരിചയവും ഇല്ലായിരുന്നു. പക്ഷേ എന്നിട്ടും അദ്ദേഹം മനസ്സുറപ്പോടെ യെസ് എന്ന് സമ്മതം മൂളി. 6 കൊല്ലം ആ സർവീസ് സ്റ്റേഷൻ അദ്ദേഹം നടത്തി. ആ സ്റ്റേറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ധനം വിൽക്കുന്ന ആളായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആ സമയത്താണ് ദുഃഖകരമായ ഒരു വാർത്ത വന്നത്. മറ്റുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടപ്പെട്ട പോലെ അദ്ദേഹത്തിൻ്റെ സർവീസ് സെൻറ്റർ പൂട്ടേണ്ടി വന്നു. ആ സമയത്ത് തന്നെ ഒരു ഭാഗ്യം പോലെ ഷെൽ കമ്പനി അവരുടെ ഒരു സർവീസ് സെൻറ്റർ ഓപ്പറേറ്റ് ചെയ്യാനായി അദ്ദേഹത്തെ ക്ഷണിച്ചു. അങ്ങനെ 44-ാമത്തെ വയസ്സിൽ അദ്ദേഹം 2ാമത്തെ സർവീസ് സ്റ്റേഷൻ ആരംഭിച്ചു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ഫുഡ് സർവീസും കൂടി തുടങ്ങി. അതേ സർവീസ് സെൻറ്ററിൽ ആരംഭിച്ചു. ആൾക്കാർക്ക് അദ്ദേഹത്തിൻ്റെ റെസിപ്പി വളരെയധികം ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് ഫുഡ് സപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് യാതൊരുവിധ സീറ്റിംഗ് സംവിധാനം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്തും നിന്നുകൊണ്ടും കാറിൽ ഇരുന്നും മറ്റും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ബിസിനസ് നന്നായി പച്ച പിടിച്ച് തുടങ്ങിയപ്പോൾ അദ്ദേഹം തൊട്ടടുത്തുള്ള ഒരു ലോഡ്ജ് വാടകയ്ക്കെടുത്ത് 140 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻ്റാക്കി അതിനെ മാറ്റി. സമയം പോയിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും കുതിച്ചുയർന്നു. 63 വയസ്സായപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റ് ഒരു ഉഗ്രൻ ഹിറ്റായ സംഭവമായി മാറി. പക്ഷേ ഒരു പുതിയ സ്റ്റേറ്റ് ഹൈവേ റെസ്റ്റോറൻ്റ് ഇരിക്കുന്ന ഭാഗത്തോടി വരികയും ആ റെസ്റ്റോറൻറ്റ് പൊളിച്ചു മാറ്റപ്പെടുകയും ചെയ്യേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ബിസിനസ് പൊളിഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പൈസയും ഉണ്ടായിരുന്നില്ല. ഏറ്റവും വലിയ പരാജയമായിരുന്നു അദ്ദേഹം നേരിട്ടത്. പക്ഷേ ഈ പരാജയങ്ങൾ ഒന്നും തന്നെ അദ്ദേഹത്തെ വീണ്ടും പരിശ്രമിക്കുന്നതിൽ നിന്നും തടഞ്ഞില്ല. ഈ പരാജയങ്ങൾ എല്ലാം അദ്ദേഹത്തെ പഠിപ്പിച്ചത് ഒരിക്കലും പരാജയപ്പെടരുത് എന്നായിരുന്നു. അദ്ദേഹം ഉണ്ടാക്കുന്ന റെസിപ്പി പല ഹോട്ടലുകളിൽ കൊണ്ടു നടന്ന് വിൽക്കാനായി തീരുമാനിച്ചു. അതും വളരെ കുറഞ്ഞ വിലയ്ക്ക്. ഒരു $87 കടം വാങ്ങിച്ചുകൊണ്ട് ആദ്യ പ്രത്യേക റെസിപ്പി ഉണ്ടാക്കി അദ്ദേഹം ഡോർ ടു ഡോർ സെയിൽ ചെയ്യാൻ ആരംഭിച്ചു. പല സുഹൃത്തുക്കളും അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾക്ക് വയസ്സായിക്കൊണ്ടിരിക്കുന്നു, ഇനി പുതിയ കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന്. എന്നാൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് സ്വന്തമായി ഉണ്ടാക്കുന്ന റെസിപ്പി വീടുകളിലും കടകളിലും കൊണ്ടു നടന്ന് വിൽക്കുന്നത് എന്നത് മാത്രമായിരുന്നു. ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് എന്താണോ അത് തന്നെ അദ്ദേഹം വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരുന്നു. ഒരു പടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നത്. ഈ റെസിപ്പി കൊണ്ട് വിൽക്കാനായി പോകുമ്പോൾ എല്ലായിടത്തും അദ്ദേഹത്തിന് റിജക്ഷനായിരുന്നു. ഏകദേശം 2 കൊല്ലത്തോളം അദ്ദേഹത്തിന് കാറിൽ തന്നെ കിടന്നുറങ്ങേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ 65-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റ് ഓണറെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിന് വേണ്ടി ഈ വിശേഷപ്പെട്ട റെസിപ്പി ഉണ്ടാക്കുകയും അദ്ദേഹം കഴിച്ചു നോക്കി ഇഷ്ടപ്പെടുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, അത് കൊള്ളാം, വളരെ നന്നായിരിക്കുന്നുവെന്ന്. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ തുടങ്ങിയ ആ സംരംഭം ഇപ്പോൾ 22,000 റെസ്റ്റോറൻറ്റുകളിലായി ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഏകദേശം $24 ബില്യൺ ആസ്തി ഉള്ള ഒരു കമ്പനിയാണ്. 22,000 റെസ്റ്റോറൻറ്റിലും ഒരേ തരത്തിലുള്ള ഐറ്റംസ് വിൽക്കപ്പെടുന്നു. 65 വയസ്സുള്ള ആൾ 1000-ഓളം റെസ്റ്റോറൻറ്റുകളിൽ വിൽക്കാൻ നോക്കി പരാജയപ്പെട്ട അതേ റെസിപ്പി, അതാണ് ഈ റെസ്റ്റോറൻറ്റുകളിൽ കൂടി ലോകം മുഴുവനും വിറ്റുകൊണ്ടിരിക്കുന്നത്. പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലൂടെ സഞ്ചരിച്ച് അവസാനം ലോകത്തിലെ ഏറ്റവും നല്ല ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഇദ്ദേഹത്തിൻ്റെ പേരാണ് കേണൽ സാൻഡേഴ്സൺ, ഫൗണ്ടർ ഓഫ് കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ, അതായത് KFC. ഇദ്ദേഹം പരാജയം സമ്മതിച്ച് റിട്ടയർ ചെയ്യാൻ അന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഒരു KFC ഉണ്ടാവില്ലായിരുന്നു. ലക്ഷക്കണക്കിന് ജോലി സാധ്യതകൾ അദ്ദേഹം KFC തുടങ്ങിയില്ലെങ്കിൽ ഉണ്ടാവില്ലായിരുന്നു. നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ നേടാൻ പലപ്പോഴും ശ്രമിക്കുന്നില്ല, മടിച്ചു നിൽക്കുന്നു. ഒന്നുകിൽ പരാജയഭീതി കാരണം, അല്ലെങ്കിൽ പണ്ടത്തെ പരിശ്രമങ്ങൾ പരാജയപ്പെട്ടതോർത്ത് പരാജയം ഒഴിവാക്കാനാവാത്ത ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ചരിത്രം മുഴുവൻ പരിശോധിച്ച് നോക്കിയാലും ഒരിക്കലും തോൽക്കാത്ത ഒരാളെയും നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? എപ്പോഴും ഉണ്ടാകുന്ന പരാജയത്തെ ഓർത്ത് മടിച്ചു നിൽക്കാതെ നിങ്ങളുടെ ഹൃദയം ഇപ്പോഴെങ്കിലും അടുത്ത സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ മനസ്സ് വെല്ലുവിളികൾ നേരിടാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനുള്ള സമയം ഒരിക്കലും അതിക്രമിച്ചിട്ടില്ല. പുതിയതെന്തെങ്കിലും പഠിക്കാനുള്ള സമയം ഒരിക്കലും വൈകിട്ടില്ല. ഏറ്റവും നല്ല കാര്യം അനുഭവിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു.
എത്ര തവണ പരാജയപ്പെട്ടാലും വീണ്ടും വീണ്ടും പരിശ്രമിക്കാനുള്ള സമയം ഒരിക്കലും അവസാനിപ്പിച്ചിട്ടില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് നന്ദി. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.